ഇത് 314H സെല്ലാണ്, 3.2 വോൾട്ടിൻ്റെ. ഇതുപോലത്തെ 16 സെല്ലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എത്ര യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് 150H 3.2 വോൾട്ട് സെല്ല്. പാനൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ തന്നെ നമുക്ക് പാനൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറുകളും പിന്നെ അതിൽ ബാറ്ററിയുടെ ബ്രേക്കറുമാണ്. പിന്നെ അതിൽ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ബാറ്ററി ബ്രേക്കറാണുള്ളത്. ഇത് 5 യൂണിറ്റ്, ഇത് 12 യൂണിറ്റ്, ഇത് 16 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ബാറ്ററീസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 3 ടൈപ്പ് ബാറ്ററീസാണ് വരുന്നത്. 51.2 ആണ് ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത്. MPPT ആണ് വരുന്നത്. 100 kW MPPT, 100 kW PCS ആണ്. മൾട്ടിപ്പിൾ നമ്പേഴ്സ് നമുക്ക് പാരൽ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ 500 kW വരെ കൊണ്ടുവരുന്നത്. നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഇത് നമ്മുടെ മൈക്രോ ഇൻവെർട്ടറാണ്. നമുക്ക് 2 റേഞ്ച് മോഡൽസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 2 കിലോവാട്ടും 1 കിലോവാട്ട് ആയിട്ടുള്ള 2 റേഞ്ചാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 700 വാട്ട്സ് വരെ പാനൽ നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് 2 കിലോവാട്ടിൽ 4 ഇൻഡിവിജ്വൽ MPPTകളാണ് വരുന്നത്. 18 amps ആണ് MPPT കറണ്ട് വരുന്നത്. 700 വാട്ട്സിൻ്റെ പാനൽ വരെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എല്ലാം ഇൻബിൽട്ട് ആയിട്ട് തന്നെയാണ് ഈ ഇൻവെർട്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ അഡീഷണൽ ചാർജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതാണ് മൈക്രോ ഇൻവെർട്ടറിനെ കുറിച്ച് പറയുന്നത്. LV ഹൈബ്രിഡ് ആണ് വരുന്നത്. ഇത് 3 കിലോവാട്ടാണ്. 48 വോൾട്ട് 24 വോൾട്ട് എന്നുള്ള 2 വേരിയൻറ്റിലാണ് 3 കിലോവാട്ട് വരുന്നത്. അപ് ടു 20 കിലോവാട്ട് വരെ 48 വോൾട്ടിലാണ് സിസ്റ്റം വരുന്നത്. അങ്ങനെ LV ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റാണിത്. ഇത് 5 യൂണിറ്റ്, ഇത് 12 യൂണിറ്റ്, ഇത് 16 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ബാറ്ററീസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 3 ടൈപ്പ് ബാറ്ററീസാണ് വരുന്നത്. 51.2 ആണ് ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത്. 6000 സൈക്കിൾസ് വിത്ത് 10 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്കീമാറ്റിക് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ്റെ പ്രോസസ്സാണ് അത് വരുന്നത്. ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആയിട്ട് വെച്ചിരിക്കുന്നു. ഇത് 3 ഫേസ് ഇൻവെർട്ടറാണ്. അതിൻ്റെ ACDB ഇത് ചേഞ്ച് ഓവർ വരുന്നതാണ്. അതിൻ്റെ DC ബാറ്ററി ബോക്സ്, ഇത് ഡൈൻ്റെ ബസ് എന്നുള്ളൊരു സിസ്റ്റമാണ് ഇത് വരുന്നത്. ഇത് 100 കിലോവാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് 2 മെഗാവാട്ട് വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ്. ഇത് STS എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇതിൻ്റെ പേര്. ഇത് 500 കിലോവാട്ട് വരെ ഈ ഒറ്റ STSനെ നമുക്ക് മതി. ഇത് MPPT ആണ് വരുന്നത്. 100 കിലോവാട്ട് MPPT, 100 കിലോവാട്ട് PCS ആണ്. മൾട്ടിപ്പിൾ നമ്പേഴ്സ് നമുക്ക് പാരൽ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ 500 കിലോവാട്ട് വരെ കൊണ്ടുവരുന്നത്. പാരൽ കണക്ഷൻസ് കണക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഈ വരുന്നത്. 5 യൂണിറ്റ് വരെ നമുക്ക് പാരൽ ചെയ്തിട്ട് ഒരു STSൽ കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ 4 STS ആണ് നമുക്ക് ഓൺ ഗ്രിഡ് സെഗ്മെൻറ്റോട് കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓഫ് ഗ്രിഡിലേക്ക് വരുമ്പോൾ നമുക്ക് 2 STS ആണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 1 മെഗാവാട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് 280AHൻ്റെ 15 ബാറ്ററിയാണ് നമുക്ക് ഇതിലേക്ക് സെറ്റായിട്ട് വരുന്നത്. അതായത് 215 kWh ആണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. 51.2ൽ 280AH ആണ് വരുന്നത്. ഇത് എൻ്റെ BMS ആണ് വരുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് നോർമലി ക്രഷർ, തിയേറ്റേഴ്സ്, ഓഡിറ്റോറിയം, ജനറേറ്റർ യൂസ് എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കൂളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഇത് യൂസ്ഫുള്ളായിട്ട് വരുന്നത്. സായോഗിൻ്റെ ലിഥിയം ഇൻബിൽറ്റ് ഇൻവെർട്ടറുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ 5 കിലോവാട്ട് സ്റ്റോറേജ് വരുന്ന 5000 വാട്ട് 5000 VA 4000 വാട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് 5 യൂണിറ്റ് സ്റ്റോറേജ് ഉണ്ടാവും. ഇതിൽ പാനൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ തന്നെ നമുക്ക് പാനൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറുകളും പിന്നെ അതിൽ ബാറ്ററിയുടെ ബ്രേക്കറുമാണ്. പിന്നെ അതിൽ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ബാറ്ററി ബ്രേക്കറാണുള്ളത്. പിന്നെ ഇൻപുട്ട് സൈഡിൽ ഒരു 60 ആംപിയർ കണക്ടർ ഉണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 16 ആംപിയർ ഉപയോഗിക്കാം. അതിലൊരു MCP കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ടിൽ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 16 ആംപിയർ ഔട്ട്പുട്ട് എടുക്കാനുള്ള സോക്കറ്റ് ഉണ്ട്. ഇതിൽ ഇൻവെർട്ടർ ഓണിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. UPS മോഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഗ്രിഡ് ചാർജ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് ട്രാൻസ്ഫോമറിൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻ ഈ സൈഡിൽ വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ബാറ്ററി നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബോർഡ് കൂളിങ്ങിനുള്ളൊരു ഫാനും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വഴി നമുക്ക് ആപ്പ് വഴി മൊബൈലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. എത്ര ചാർജിങ് നടക്കുന്നുണ്ട്, എത്ര ടൈം ബാക്കപ്പ് കിട്ടും, എത്ര ലോഡ് ഇതിൽ എടുക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകൾ ഫുള്ള് നമുക്ക് ഇതിനകത്ത് കാണിക്കും.
പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ 2500 VA എന്ന് പറയുന്ന മോഡലാണ്. ഇതും അതേ സ്പെക്കിൽ തന്നെയാണ് വരുന്നത്. 2000 വാട്ട് ലോഡ് എടുക്കുന്നതാണ്. ഏകദേശം ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ആക്കാൻ പറ്റും. 150 ട്യൂബുലർ ബാറ്ററി വയ്ക്കുന്ന അതേ ബാക്കപ്പ് ആയിരിക്കും ഇതിനകത്തിരിക്കുന്ന 24 വോൾട്ട് 100 ലിഥിയം ബാറ്ററിക്ക് ഉണ്ടാവുക. അതിൻ്റെ അടുത്ത മോഡലാണ് നമുക്ക് വരുന്നത് 1650 VA 1200 വാട്ട് ലോഡ് എടുക്കുന്ന മോഡലാണ്. ഇതിൽ 12 വോൾട്ട് 100 ബാറ്ററിയാണ് ഇതിനകത്തിൽ വരുന്നത്. ഇതും അതേ സ്പെക്ക് തന്നെയാണ് വരിക. 1200 വാട്ടായിരിക്കും ഇതിൻ്റെ ലോഡ് എടുക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ 1375 VA എന്ന് പറയുന്ന മോഡലും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ 1000 വാട്ട് നമുക്ക് ലോഡ് എടുക്കും. ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റിയ ബാറ്ററിയാണ്. 51.2 100 പാരലൽ ഓപ്ഷനുള്ള കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ വരുന്ന ബാറ്ററിയാണ് ഇതിൽ അതേപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു MCB 100 ആംസിൻ്റെ MCB കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ഇതിൻ്റെ പാരാമീറ്റേഴ്സുകളും സെല്ലുകളുടെ വോൾട്ടേജ്, ടെമ്പറേച്ചർ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അടുത്ത മോഡൽ വരുന്നത് നമ്മുടെ നോർമൽ സൈൻ വേവ് ഇൻവെർട്ടറുകളാണ്. 1350 VA സൈൻ വേവ് ഇൻവെർട്ടർ 1000 വാട്ടിൽ കൊടുക്കുന്ന ട്യൂബുലർ ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകളാണിത്. ഇതിന് നമ്മുടെ 3 വർഷത്തെ ഓൺസൈറ്റ് വാറണ്ടിയാണ് നമുക്ക് വരുന്നത്. അടുത്ത മോഡൽ നമ്മുടെ ട്യൂബുലർ ബാറ്ററിയാണ്. 5 ഇയർ റീപ്ലേസ്മെൻറ്റ് വരുന്ന സോളാർ സ്പെഷ്യൽ ബാറ്ററിയാണ്. സുപ്രീം സീരീസിൽ വരുന്ന ബാറ്ററിയാണ്. 2 ടൺ AHൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ കാണുന്നത്. അടുത്തത് ഇൻവെർട്ടർ സ്പെഷ്യൽ ബാറ്ററിയാണ്. 5 ഇയർ റീപ്ലേസ്മെൻറ്റ് വരുന്ന സിഗ്മ സീരീസിൽ 160 AH ട്യൂബുലർ ബാറ്ററിയാണ് നമ്മൾ ഈ കാണുന്നത്. 5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ഓഫ് ഗ്രിഡ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററിയാണ്. 4 150 AH ട്യൂബുലർ ബാറ്ററിയുടെ ബാക്കപ്പാണ് ഇതിനുണ്ടാവുക. ഇതിന് 2 ടെർമിനൽ, ഈ 2 ടെർമിനലിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. 2 ടെർമിനലുകൾ MPPTയോ അങ്ങനെയുള്ള കണക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ 12 വോൾട്ട് ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ഇതിനകത്ത് നമ്മൾ 100 AHൻ്റെ സെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ 100 AH സെല്ല് എന്ന് പറയുമ്പോൾ നമ്മളുടെ 100 AH സെല്ല് ഈ സൈസിലുള്ളതാണ് നമുക്ക് വരുന്നത്. ഇത് ഒരു 100 AH 3.2 വോൾട്ടേജ് വരുന്ന സെല്ലാണത്. അതുപോലെ തന്നെ നമ്മൾ 24 വോൾട്ട് 150 AH ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് 150 AH 3.2 വോൾട്ട് സെല്ല്. ഇത് 24 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഫുള്ള്. അതുപോലത്തെ 150 AHൻ്റെ 8 സെല്ല് നമുക്ക് ഇതിൻ്റെ അകത്ത് വരും. ഇത് ബാറ്ററി മാനേജ്മെൻറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ BMS ഇതിൻ്റെ അകത്ത് സെറ്റായിട്ട് എടുക്കുന്നത്. ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജ് ഈക്വലൈസ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് സേഫ്റ്റി ആയിട്ട് നമുക്ക് ടെമ്പറേച്ചർ, തെർമൽ സെൻസർ, പ്രോപ്പറായിട്ടുള്ള തെർമൽ സെൻസിങ് യൂണിറ്റ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കട്ടായിട്ട് വരും. ഓവർ വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടർ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആയി പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ബാറ്ററി വീണ്ടും റണ്ണിങ്ങിലേക്ക് വരും. ബാറ്ററിക്ക് ഇപ്പോൾ വേറെ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു ഡാമേജസും വരില്ല. 48 വോൾട്ടേജിൻ്റെ ബാറ്ററി സെല്ലാണ്. ഇതിനകത്ത് നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എല്ലാം ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ബാറ്ററിയുടെ സ്റ്റാറ്റസ് കറക്റ്റ് അറിയാം. അതുപോലെ നമുക്ക് 314 വോൾട്ടേജ് വരുന്ന AH വരുന്ന സെല്ലാണ്. ഇത് 314 AH സെല്ലാണ് 3.2 വോൾട്ടിൻ്റെ. ഇതുപോലത്തെ 16 സെല്ലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഓരോ സെല്ലിൻ്റെ ഇതിനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെല്ലിൻ്റെയും വർക്കിങ്ങും അതിൻ്റെ എത്ര യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര വാട്ടേജ് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ആംബിയർ ഉണ്ട്, ഇനി ബാറ്ററിക്ക് എത്ര ബാക്കപ്പ് ഉണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും.